സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ഒരു 7 മാസമായി നടത്തി വരുന്ന മെഡിക്കൽ ക്യാമ്പ് എല്ലാ ആഴ്ചയിലും നടന്നു വരുന്നു. നമ്മളിന്ന് സത്വകരമായ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടറിനും നഴ്സുമാർക്കും ആദരവ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിലെ പൊതുയോഗത്തിലേക്ക് നമ്മുടെ മെമ്പർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ബാറിൻ്റെ മെമ്പറും ഊരുമൂപ്പനും അഖില കേരള മന്നാൻ മഹാസഭ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ചുമ്പാരൻ ചേട്ടനെ ദീപം തെളിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു കൊടുക്കുന്നു. നടപടി ആദ്യ ഭാഗമായിട്ട് ഈശ്വര പ്രാർത്ഥന എല്ലാവരും ഇരുന്നാൽ മതി. ഒരു വരി ചൊല്ലിത്തരും, അറിയാവുന്ന വെച്ച് എത്തിയില്ല. ഇന്ദ്രം യമമ്മാദരിശാനമാഹു വേദാന്തിനോർവചനീയമേകം യം ബ്രഹ്മശബ്ദേന വിനിർദിശന്തി ശൈവായമീശം ശിവൈത്യബോധൻ യം വൈഷ്ണവാ വിഷ്ണുരിതി സ്തുവന്തി ഉദ്ധരസ്തദാകന്നിധി ബൗദ്ധജൈന സശ്രീയകാലേതി ച സിൽപ്രസന്ത ശാസ്ത്രേതി കേചിത് പ്രകൃതി കുമാര സ്വാമീതി മാതേതി പിതേതി ഭക്ത്യ യം പ്രാർത്ഥയന്തേ ജഗദീശിതാരം സയൈവ പ്രതിരംതിരീയ. സേവാഭാരതി നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 1989 മുതൽ ഔദ്യോഗികമായി രജിസ്റ്റേർഡ് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലും അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും ഔദ്യോഗികമായുള്ള സേവാപ്രവർത്തനം സേവാഭാരതി യൂണിറ്റുകൾ രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ ഇടുക്കി റവന്യൂ ജില്ലയിൽ 42 പഞ്ചായത്തുകളിൽ 39 എണ്ണത്തിലും രജിസ്റ്റർ ചെയ്ത സേവാഭാരതി യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു. സമാജ സേവന രംഗത്ത് സേവാഭാരതിയുടെ പ്രവർത്തനം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പത്രമാധ്യമങ്ങളിലായാലും ദൃശ്യമാധ്യമങ്ങളിലായാലും ആവശ്യ ഘട്ടങ്ങളിൽ സേവാഭാരതിയുടെ പ്രവർത്തനം നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്, കണ്ടുവരുന്നതാണ്. എപ്പോഴാണ് ആപത്ത് സംഭവിക്കുന്നത് ആ സമയത്ത് ഓടിയെത്തുന്നത് ഒരുപക്ഷെ സർക്കാരിനേക്കാളും അതേപോലെ പട്ടാളത്തിനേക്കാളും മുൻപന്തിയിലെത്തി അവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് സേവാപ്രവർത്തനം ചെയ്യുന്ന സേവാഭാരതി പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും, നമ്മുടെ ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ 13 മെഡിക്കൽ കോളേജുകളിലും ദിവസേന രോഗികൾക്ക് ഭക്ഷണം നൽകി വരുന്നുണ്ട്. അതേപോലെ സേവാഭാരതിയുടെ ആംബുലൻസ് സാധാരണ നിരക്കിൽ കുറച്ച് ആവശ്യമായ ചെലവ് മാത്രം എടുത്തുകൊണ്ട് സേവാഭാരതിയുടെ ആംബുലൻസുകൾ ധാരാളം എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ നമുക്കറിയാം, പല പ്രദേശങ്ങളിലും ശ്മശാനത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ ശവസംസ്കാരം നടത്താനുള്ള ബുദ്ധിമുട്ടൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ആ രംഗത്തും സേവാഭാരതി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ശവസംസ്കാര യൂണിറ്റുകൾ, അതേപോലെ പാലിയേറ്റീവ് കെയർ, വ്യത്യസ്ത മേഖലകളിൽ സേവാഭാരതി പ്രവർത്തിച്ചു വരികയാണ്. സേവാഭാരതിയുടെ പ്രവർത്തന ലക്ഷ്യം
അർഹർക്ക് സേവനം ചെയ്യുകയും സേവാ മനോഭാവം സമാജത്തിൽ വളർത്തിക്കൊണ്ടുവരികയാണ്. നമ്മൾ സേവനം സ്വീകരിച്ചാൽ മാത്രം പോരാ, സമാജത്തിലുള്ള എല്ലാവരും സേവന സന്നദ്ധരായി സേവാ സമർപ്പണത്തോടുകൂടി മുന്നോട്ട് വരണം എന്നുള്ള ലക്ഷ്യമാണ് സേവാഭാരതിക്കുള്ളത്. ആവശ്യഘട്ടങ്ങളിലെല്ലാം തന്നെ എല്ലാ രംഗത്തും സേവാഭാരതി പ്രവർത്തിച്ചു വരികയാണ്. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, സാമാജിക രംഗത്ത്, അതുപോലെ സ്വാവലംബൻ, ഈ മേഖലയിലെല്ലാം തന്നെ ആപത് സേവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എപ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. ആ സമയത്ത് ആപത്ത് വരുമ്പോൾ അത് ഏത് ദുരന്തമായാലും, ഭൂമികുലുക്കമായാലും, വെള്ളപ്പൊക്കമായാലും, വിമാന ദുരന്തമായാലും, തീവണ്ടി ദുരന്തമായാലും ഒക്കെ നമുക്കറിയാം. നമ്മുടെ പൂർവ്വ ചരിത്രമൊക്കെ മനസ്സിലാക്കിയാൽ ഈ അടുത്തകാലത്ത് വയനാട് മുമ്പൊക്കെ നമുക്കറിയാം. സൈനികരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് സേവാരംഗത്ത് പ്രവർത്തിച്ചു വരികയാണ് സേവാഭാരതി പ്രവർത്തകർ. അപ്പം നിസ്വാർത്ഥ സേവനം ചെയ്തുകൊണ്ട് സമാജത്തിൽ സേവ എന്താണ്, സേവനം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക, അതോടൊപ്പം തന്നെ സമാജത്തെ സേവന സജ്ജരാക്കുക, ഈ കർത്തവ്യമാണ് സേവാഭാരതി ചെയ്തു വരുന്നത്. ഇതിനെ കൂടുതൽ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. സേവാഭാരതിയുടെ പല പ്രവർത്തനങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ടാവും. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. നമ്മുടെ യോഗത്തിൽ നിന്ന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഈ വാർഡിൻ്റെ മെമ്പറും ഒരു മൂപ്പനും അതോടൊപ്പം തന്നെ അഖില കേരള മന്നാൻ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കുമാരൻ ചേട്ടൻ ആണ്. എല്ലാവർക്കും സുപരിചിതനാണ്. ഏത് രംഗത്തും നമ്മോടൊപ്പം ഒക്കെ പ്രവർത്തിക്കുന്ന കുമാരൻ ചേട്ടനെ ഈ യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മറ്റായി സ്വാഗതം പറയേണ്ടത്, സുദീർഘമായി സേവനം അനുഷ്ഠിച്ചുകൊണ്ട് 7 മാസവും എല്ലാ ആഴ്ചയിലും നമ്മളോടൊപ്പം സേവനം നിലനിൽക്കുന്ന ചന്ദ്രൻ ഡോക്ടർ സ്വന്തം ക്ലിനിക്കിലെ സമയം പോലും മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ വരുന്ന 49 രോഗികളെ ആഴ്ചതോറും പരിശോധിക്കുകയും കൃത്യമായി മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അതിനുവേണ്ടി സന്നദ്ധ പ്രകടിപ്പിച്ച ചന്ദ്രൻ ഡോക്ടർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചന്ദ്രൻ ഡോക്ടറെ ഈ അവസരത്തിൽ സേവാഭാരതി പേരിൽ നമുക്ക് സേവാ സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മോടൊപ്പം വേദിയിലിരിക്കുന്നത് KP ജയേഷ് കുമാർ, മലയാളംകൂടിയാണ് സ്വദേശം. നമ്മുടെ സഹപ്രസ്ഥാനമായിട്ടുള്ള സഹകാർ ഭാരതിയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആണ് അദ്ദേഹം. അതേപോലെ സംഘത്തിൻ്റെ ഒക്കെ ചുമതലയുണ്ട്. സഹകാർ ഭാരതിയുടെ ഇടുക്കി താലൂക്ക് സെക്രട്ടറി ആയിട്ടുള്ള ജയേഷ് കുമാറിനെ ഈ യോഗത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മുൻ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ബിന്ദു അഭിയൻ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബിന്ദു അഭിയനെ ഈ യോഗത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറോടൊപ്പം തന്നെ സേവനം അനുഷ്ഠിച്ചു വരുന്ന നഴ്സുമാര്, ഫാർമസിസ്റ്റായാലും ലാബ് സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്നവരായാലും എല്ലാം തന്നെ നമ്മോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ ആഴ്ചയും തുടർന്ന് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. നഴ്സുമാർ 3 പേരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. സേവാഭാരതിയുടെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള ബൈജു ഏറ്റിയെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തിരുന്നു. അപ്പം ഇന്നത്തെ ഈ യോഗത്തിലേക്ക് ക്ഷണം സ്വീകരിച്ചും എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പ്രവർത്തകരെയും, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും വിദഗ്ധ പ്രവർത്തകരെയും അതേപോലെ സേവനാർത്ഥം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ നാട്ടുകാരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഒന്ന് വിട്ടുപോയി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ജോൺസൺ ജോർജ് സാറ് നമ്മുടെ കൊണ്ട് ഈ യോഗത്തിൻ്റെ തിരക്കിലായത് ഇവിടെ ഇരിക്കാതെ ഞാൻ പെട്ടെന്ന് വിട്ടുകയാണ്. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ഇത് യൂട്യൂബിൽ പകർന്നതിന് വേണ്ടിയിട്ടും എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ജോൺസൺ സാർ റിട്ടയർഡ് ഇൻസ്പെക്ടർ ഓഫ് പോലീസാണ്. അദ്ദേഹത്തിൻ്റെ വീട് ചേരത്തോടാണ്. ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തിരുന്നു. അപ്പോൾ ഇടുക്കി വിഷൻ ചാനൽ പ്രവർത്തകരെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് നടത്തി കൊണ്ടുപോകുന്ന ബാലകൃഷ്ണൻ സാർ,
അതുപോലെ തന്നെ സൗണ്ട ബാലകൃഷ്ണൻ സാർ, അതുപോലെ തന്നെ നമുക്കെല്ലാം എല്ലാ ആഴ്ചയിലും കഴിഞ്ഞ 7 മാസം മുതൽ എല്ലാ ആഴ്ചയിലും ഇവിടെ വന്ന് എത്തിച്ചേരുകയും വലിയ മഴയത്താണെങ്കിലും കാറ്റും മഴയും യാതൊരു വിഷയമാക്കാതെ നമുക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന നമ്മുടെ പഴയകാല നമ്മളെല്ലാം സംരക്ഷിച്ചിട്ടുള്ള നമുക്കെല്ലാം ബുദ്ധിമുട്ട് ഉള്ള കാലം മുതൽ തന്നെ ചന്ദ്രൻ സാറിനെ നമുക്കറിയാം ഇല്ലേ? അപ്പോൾ സാറ് ഇപ്പോഴും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നമുക്ക് ഇവിടെ നമുക്കുള്ള ചെറിയ ചെറിയ പനികളും ഒക്കെ നോക്കാനും നിങ്ങൾക്ക് മരുന്ന് തരാനും എത്തിച്ചേർക്കുന്നതിനുള്ള ആ സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്ന ഈ വലിയ അദ്ദേഹത്തിന് എൻ്റെ പ്രത്യേകം നന്ദി ഞാൻ ഇത് സാറിനെ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തകയായിട്ടുള്ള കഴിഞ്ഞ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകയുമായിട്ടുള്ള മെമ്പർ ബിന്ദു അവയൻ, എൻ്റെ കൂട്ടുകാരനാണ്. അവയൻ എൻ്റെ കൂട്ടുകാരനാണ്. ബിന്ദു അവയൻ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ സർവീസ് സഹകരണ ബാങ്കിലേക്ക് മത്സരിക്കുകയും നിങ്ങൾക്ക് മരുന്ന് തരാനും സാറിന് സേവനം എത്തിക്കുന്നതിനും ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയാണ് ബൈജു. അതുപോലെ തന്നെ സേവാഭാരതിയുടെ സെക്രട്ടറി ജയേഷ് കുമാർ, അതുപോലെ തന്നെ സിസ്റ്റർമാർ, സേവാഭാരതിയിലെ അംഗങ്ങൾ അനന്തു, ഇവരെല്ലാം സ്ഥാനാർത്ഥിമാരാണ്. അവരെല്ലാം വർക്കുകൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനത് 7 മാസത്തിന് മുമ്പ് ബാലകൃഷ്ണൻ സാറ് എന്നോട് സൂചിപ്പിച്ചപ്പോൾ ഇത് സേവാഭാരതിയുടെ കീഴിൽ ഒരു ചികിത്സ അല്ലെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇങ്ങനെ എല്ലാ ആഴ്ചയിലും നമുക്ക് വെക്കാം എന്ന് എന്നോട് ആലോചിക്കുകയും പഞ്ചായത്തിൻ്റെ അനുമതി ഇതിന് വേണമായിരുന്നു. അതായത് നമ്മുടെ കോളനിയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ പല മേഖല സേവാഭാരതിയുടെ ആളുകൾ ഭാരവാഹികൾ പല മേഖല തിരഞ്ഞെടുക്കുകയും അതിൽ ഏറ്റവും പ്രാധാന്യം ഈ കോളനിക്ക് കൊടുക്കുകയും ഈ കോളനിയിലുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് തയ്യാറാകുകയും ചെയ്തിരുന്നു. അന്ന് ഞാൻ പഞ്ചായത്തിൽ ഇരിക്കുമ്പോൾ അന്നേരം കുറച്ച് ആളുകൾ എന്നോട് പറഞ്ഞിരുന്നു, അന്ന് ഇവരെല്ലാം കൂടി ഈ നമ്മുടെ വേറെ ലെവലിലേക്ക് എത്തിക്കുമോ എന്നുള്ളൊരു സംശയം കുറേ ആളുകൾക്കുണ്ടായിരുന്നു. നമുക്കല്ല, പുറത്തുള്ള ആളുകൾ. എന്താണേലും ഇത് ആ തരത്തിലൊന്നും നമുക്ക് പോകേണ്ടി വന്നിട്ടില്ല. അവരാണേലും നിങ്ങളോട് ആ തരത്തിൽ ഇത് ഞങ്ങളുടെ കൂടെ പോരെ, ഇല്ലേ ഇത് ഒരാളേലും ഞങ്ങളുടെ കൂടെ അംഗത്വം എടുക്കുക എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. കാരണം ഞാനാണേലും എന്നോട് അന്ന് ആലോചിച്ചപ്പോൾ ഞാൻ അന്നേരം നമ്മുടെ ആളുകൾക്ക് സാധാരണക്കാരുടെ മേഖലയിൽ ഇത് ജാതി മതം വ്യത്യാസങ്ങളില്ലാതെ നമുക്ക് ചികിത്സ കിട്ടുന്ന ആ ഒരു പുണ്യപ്രവർത്തനം അത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് ആ 7 മാസം തുടങ്ങി, 7 മാസത്തിന് മുമ്പ് തുടങ്ങി ഇപ്പോൾ വരെ നന്നായിട്ട് ഇങ്ങനെ പോകുന്നു. ആ സാറിനെ നമുക്ക് ആ സേവാഭാരതിയുടെ ആളുകളെയും അതുപോലെ തന്നെ ചന്ദ്രൻ സാറിനൊക്കെ നമുക്ക് അനുമതിച്ചാൽ തന്നെ പോരാ. കാരണം സാറിനെയൊക്കെ നമ്മുടെ മനസ്സിൽ, അതുപോലെ തന്നെ സേവാഭാരതിയുടെ ബാലകൃഷ്ണൻ മാഷിനെയും അതുപോലെ തന്നെ ഇത് ബൈജുവിന് ഒക്കെ ഇതിന് നേതൃത്വം നൽകുന്ന ആളുകളെ എല്ലാം നമ്മൾ അവരുടെ ഒക്കെ നല്ല മനസ്സാണ് നമുക്കിവിടെ ഇങ്ങനൊരു അവസരവും ഇത് ഗവൺമെൻറ് പോലും നടത്താത്ത കാര്യങ്ങളാണ് അവരിപ്പോൾ ചെയ്തു വരുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഇത് നമുക്ക് സ്വാഗതത്തിൽ പറഞ്ഞിരുന്നു, മെഡിക്കൽ കോളേജിൽ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ, ആംബുലൻസ്, അതുപോലെ തന്നെ ഇത് ഉച്ചഭക്ഷണം, രാവിലത്തെ കാപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൈനാവ് മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെല്ലാം നമുക്കിങ്ങനെ ഇത് കാണാൻ കഴിയും. കേരളത്തിലെമ്പാടും ഈ പ്രസ്ഥാനം വളരെ മനോഹരമായിട്ട് തന്നെ നടക്കുന്നു. നമുക്കാണെങ്കിലും തന്നെ കഞ്ഞിക്കുഴിയിൽ എവിടെയും പോയി ഗവൺമെൻറ് ആശുപത്രിയിൽ പോലും കിട്ടാത്ത ചികിത്സ മറ്റു കാര്യങ്ങളും നമുക്ക് ഇവിടെ ചന്ദ്രൻ സാറിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ആഴ്ചയും ഇവിടെ ഇത് കൂടുന്നു. ആ കാര്യത്തിൽ വളരെ ഈ സംഘടനയോട് സേവാഭാരതിയുടെ മുഴുവൻ ആളുകളോടും പ്രത്യേക അഭിനന്ദനമുണ്ട്. എല്ലാവരും സംസാരിക്കാനൊക്കെ ഉള്ളതുകൊണ്ട്, അതുപോലെ തന്നെ സിസ്റ്റർമാരാണേലും തന്നെ ഇത് നിങ്ങളെ അപ്പോലെ നോക്കി നിങ്ങൾക്ക് ഇത് കൃത്യം തന്നെ മരുന്ന് തരികയും ആ മരുന്ന് ഒരാഴ്ച പോലും മുടങ്ങാതെ നിങ്ങൾക്ക് തരുന്ന അവരെ ഒക്കെ ആണേലും പ്രത്യേകം ഓർമ്മിക്കുന്നു. ഇതിന്
ഈ വേദിയിൽ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഇത് അനന്തു ആ ഫ്രണ്ടിലത്തെ നിരയിലിരിക്കുന്ന മുഴുവൻ ആളുകളും സ്ഥാനാർത്ഥിമാരാണ്. എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള ഇന്നസെൻ്റ് സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ ഞാനും സ്ഥാനാർത്ഥിയാണ്. എല്ലാവരെയും വോട്ട് ചെയ്ത് നിങ്ങൾ വിജയിപ്പിക്കണം. തകർക്കമായില്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സേവാ സന്ദേശം നൽകുന്നതിന് വേണ്ടി സെക്രട്ടറി കെ.പി. ജയകുമാറിനെ ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ സംസാരിച്ചത് മെമ്പർ അദ്ദേഹത്തിൻ്റെ ബന്ധു ചേച്ചി മറ്റ് ബഹുമാനായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, നമ്മളിന്നിവിടെ വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളിൽ എന്നേക്കാൾ വളരെ പരിചിതനായിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ ഇന്നിട്ടുള്ള ആളാണ് ബാലകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹം ആമോദ പ്രസ്ഥാനത്തിൽ സ്വാഗതത്തിൽ തന്നെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. എന്താണ് സേവാഭാരതിയുടെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സേവന മേഖലയ്ക്കും സേവന പ്രവർത്തനത്തിനൊന്നും യാതൊരു അഭാവവും നമ്മുടെ നാട്ടിലില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു TV ചാനലിൽ കണ്ടിരുന്നു, അല്ലേ? തിരുവനന്തപുരത്ത് ഒരു മെമ്പർ അതിനെ ശക്തമായിട്ട് കൗൺസിലിൽ എതിർക്കുന്നു. കുറച്ച് ആളുകൾ ഒഴിച്ചുകൂടി ഒരു ഹോട്ടൽ പോലെയൊക്കെ നടത്തി വയനാട്ടിന് പണം വയനാടെന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ട് ഒരു പ്രവർത്തനം നടത്തുന്നു. പക്ഷേ പൊതുസമൂഹത്തിൽ ഒരു വിഭാഗം അതിനെ എതിർക്കുന്നു. ഞാൻ പറഞ്ഞത്, സേവന മേഖല ധാരാളം നമുക്ക് ചുറ്റുമുണ്ട്, സേവനം ചെയ്യുന്ന ആളുകൾ ധാരാളമാണ്. ഇതിനിടയിലാണ് സേവാഭാരതി എന്ന ആശയം ഉയർന്നു വരികയും സേവാഭാരതിയുടെ പ്രവർത്തനം 1989 മാഷിവിടെ സൂചിപ്പിച്ചതുപോലെ 1989 ബാബാ സാഹേബ് ദിയോറ അദ്ദേഹം ദില്ലിയിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ചിട്ട് ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയാണ്. സംഘപ്രവർത്തനവും സംഘത്തിൻ്റെ ശാഖാപ്രവർത്തനത്തിലും അതിലൊരു ഭാഗം തന്നെയാണ് സേവാപ്രവർത്തനം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംഘശാഖയിൽ വരുന്ന സ്വയം സേവകർ സേവന മനോഭാവം വളർന്നു വരുന്നുണ്ട്. അവർ സേവന പ്രക്രിയയിൽ പങ്കാളികളാവുന്നുണ്ട്. ആ ഒരു പ്രവർത്തനം മുമ്പോട്ട് പോകുമ്പോൾ അത് പോരാ, അതിലുപരിയായി പൊതുസമൂഹത്തിലും, കാരണം സംഘശാഖയിൽ വരുന്ന സംഘപ്രവർത്തനത്തിൽ മാത്രം പോരാ, പൊതുസമൂഹത്തിലും സേവന പ്രവർത്തനത്തിൻ്റെ മാഹാത്മ്യം അവരെ ബോധ്യപ്പെടുത്തുകയും സേവന പ്രവർത്തനത്തിൽ പങ്കാളികളാക്കുകയും അതിലൂടെ അവരുടെ ഒരു സേവന മനോഭാവം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കണം. ഇതിൻ്റെ ഭാഗമായി സംഘശാഖയിൽ നിന്ന് വേർപെട്ട് നിന്നുകൊണ്ട് തനതായ സേവന മേഖലയിൽ ഒരു സംഘടന വേണമെന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ മുന്നോട്ട് വയ്ക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം, പൊതുസമൂഹത്തിൽ സേവനം സംഘം ചെയ്യുന്ന സമയത്ത് ആ പൊതുസമൂഹത്തിൽ എന്താണോ അപര്യാപ്തമായ അല്ലെങ്കിൽ അവിടെ ലഭ്യമല്ലാത്ത കുറവുള്ള ഏത് കാര്യമാണോ ആ കാര്യം സമയബന്ധിതമായി ആലോചിച്ച് കാര്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി പോയി പ്രവർത്തിച്ച് പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനമാണ് സംഘശാഖയിലൂടെ ചെയ്യുക. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ആപത്സേവ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട സമയത്ത് അത്തരത്തിലുള്ള പ്രവർത്തനം പൂർണ്ണമായി ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണമെന്നില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നാടിന് ആപത്തുണ്ടാകുന്ന സമയത്ത്, സമൂഹത്തിന് ആപത്തുണ്ടാകുന്ന സമയത്ത് വളരെ അടിയന്തിരമായി തന്നെ ഒരുമിച്ചുകൂടി അക്കാര്യത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി പരിശീലനം ലഭിച്ചിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സ്ഥിരീകരണം കിട്ടിയിട്ടുള്ള ഒരു വിഭാഗം ഇതിനു വേണ്ടിയിട്ട് സമർപ്പണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹം അവിടെ ആഹ്വാനം ചെയ്തത്. അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് 1989 കേരളത്തിലും സേവാഭാരതിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. നമുക്കറിയാം, ഇന്ന് സേവന മേഖല എന്ന് പറയുന്നത് ചൂഷണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നൊരു മേഖലയാണ് ധാരാളം കൂടുതലായിട്ട്. അപ്പോൾ ആ ചൂഷണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നൊരു മേഖലയായി സേവന വിഭാഗം മാറുന്ന സമയത്ത് നമ്മുടെ എല്ലാം വീടുകൾ വന്നിട്ടുണ്ടാവും. ധാരാളം അമ്മമാർ താമസിക്കുന്ന ഒരു ആശ്രമം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം നടത്തുന്നു, പ്രായമുള്ള അച്ഛന്മാർ താമസിക്കുന്ന ആ സ്ഥാപനം നടത്തുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം തരണമെന്ന് പറഞ്ഞ് സ്റ്റിക്കറൊക്കെ അടിച്ച് ഇങ്ങനെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ ഇട്ട് കുറേ ആളുകൾ ഈ പിരിവ് തന്നെ അവരുടെ ജോലി അതാണ്, പൈസ കളക്ട് ചെയ്ത് കൊണ്ട് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മൾ ദൈനംദിനം കാണുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചൂഷണത്തിന് വേണ്ടി സേവന മേഖലയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തണം എന്ന നിലയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ അത്തരം ആളുകൾക്ക് അപവാദമാണ്, ഒരു അപവാദം തന്നെയാണ് സേവാഭാരതി എന്നുള്ളത് നമ്മളിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ സേവാഭാരതിയെ സംബന്ധിച്ച് സേവനം എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമൂഹത്തിൽ കാണുന്ന സാംസ്കാരികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അസമത്വവും ആ അസമത്വം പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി സ്വയം പ്രേരണയാൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, സംഘപ്രവർത്തനമെല്ലാം സ്വയം പ്രേരണയാൽ പ്രവർത്തിക്കുന്നതാണ്.
അതുപോലെ സേവാഭാരതിയുടെ പ്രവർത്തനവും സേവന മനോഭാവം സ്വയം പ്രേരണയാൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്വമേധയാ ചെയ്യുന്ന ഒരു പ്രവർത്തനമാക്കി ആ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് സേവാഭാരതി ആഹ്വാനം ചെയ്യുന്ന സേവന പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്കറിയാം വളരെ ഈ സാമ്പത്തികമായും സാമൂഹികമായിട്ടുള്ള പല വെല്ലുവിളികളും അത്തരം കാര്യങ്ങൾ ഉയർന്നു വരാറുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള സേവാഭാരതിയുടെ പ്രവർത്തനം ഇപ്പോൾ 1989 സേവാഭാരതിയുടെ പ്രവർത്തനം ആരംഭിച്ചു എന്ന് ഞാനിവിടെ സൂചിപ്പിച്ചു. കേരളത്തിലാണെങ്കിൽ ദേശീയ സേവാഭാരതി എന്നറിയപ്പെടും. ഇടുക്കി ജില്ലയിൽ ഏതാണ്ട് 35ഓളം രജിസ്റ്റേർഡ് സേവാഭാരതി സമിതികൾ, പഞ്ചായത്ത് സമിതികൾ പ്രവർത്തിക്കുന്നു. 35ഓളം രജിസ്റ്റേർഡ് സമിതികൾ ഇടുക്കി ജില്ലയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ജില്ലയിൽ പല സേവന പ്രവർത്തനത്തോടുകൂടി നമുക്കറിയാം. ബാലഭവൻ പോലുള്ള സംവിധാനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ അടിമാലിയിലുണ്ട്. അതുപോലെ അടിമാലി ഗവൺമെൻറ് സ്കൂളിൽ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായി പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആംബുലൻസ് സർവീസ് നമ്മൾ കട്ടപ്പന കേന്ദ്രീകരിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം നമ്മളോട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗം വാഴത്തോപ്പ് സേവാഭാരതിയും കൂടെ അതിൻ്റെ പങ്കാളിയായി നിന്നുകൊണ്ട് ചെയ്യണം എന്നുള്ളൊരു താത്വികമായിട്ടൊരു ചർച്ചയും ഒരു തീരുമാനമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലയിൽ നടക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ദേശീയ സേവാഭാരതി എന്ന നിലയിൽ കേരളത്തിൽ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഭാരതത്തിലാണെങ്കിൽ രാഷ്ട്രീയ സേവാഭാരതി എന്ന നിലയിൽ, അതുപോലെ അന്താരാഷ്ട്ര തലത്തിലാണെങ്കിൽ സേവാഭാരതി ഇൻ്റർനാഷണൽ എന്ന പേരിലുള്ള പ്രവർത്തനങ്ങളുമായി നടത്തി നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരുന്നതിൻ്റെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള സംഘടനയുടെ നമ്മുടെ പ്രവർത്തന മികവിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ കഴിഞ്ഞ വർഷം നമ്മുടെ സേവാഭാരതിയെ ലോകത്തിലെ ഏതാണ്ട് 4ഓളം ഏറ്റവും മികച്ച സേവന രംഗത്തെ ഏറ്റവും മികച്ച സംഘടനകളിലൊന്നായി ഐക്യരാഷ്ട്രസഭ തന്നെ അംഗീകരിച്ച് നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ആ രീതിയിലുള്ള വികാസം നമുക്ക് ഉണ്ടായിരിക്കുന്നു ഈ ഒരു രംഗത്ത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വികാസം ഉണ്ടാകുന്ന ഒന്ന് നമ്മൾ ആത്മസമർപ്പണത്തോടു കൂടി പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയരുത് എന്ന രീതിയിൽ തന്നെയാണ് നാം ആ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പൂർണ്ണമായിട്ടും ആ സേവന പ്രവർത്തനങ്ങൾ ആവശ്യമായി അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടാകുന്നത് വരെ ആ സേവന രംഗത്ത് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സേവന പ്രവർത്തനം ഏത് രീതിയിൽ വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള സേവാഭാരതിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടുകളാണ് 5 ആയാമങ്ങൾ രൂപീകരിച്ച ആ ആയാമങ്ങളെ കേന്ദ്രീകരിച്ച് പൊതുസമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സേവാഭാരതി ദൈനംദിനമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സേവന പ്രക്രിയകൾ. നമുക്കറിയാം, ഇപ്പോൾ മാഷിവിടെ സൂചിപ്പിച്ചു, പട്ടാളം ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവിടുത്തെ മറ്റെന്തെങ്കിലും കോഴ്സുകൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ആപത്തുണ്ടാകുമ്പോൾ ഓടിയെത്തുന്ന സേവാഭാരതിയുടെ പ്രവർത്തനം. ഇപ്പോൾ പെട്ടിമുടി പോലെയുള്ള സ്ഥലത്തൊക്കെ നമുക്കറിയാൻ സാധിക്കും. അവിടെ ഏറ്റവും കൂടുതലായിട്ട് ആ പ്രവർത്തനങ്ങൾ പങ്കാളിയായി നിന്ന ആരാണ്, അവിടെ ഏറ്റവും കൂടുതൽ സഹായഹസ്തം എത്തിച്ചതാരാണ്. ഇപ്പോൾ വയനാട്, മുണ്ടക്കൈ, അതുപോലെ ചുരൽമല പോലുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്ന സമയത്ത് അവിടെയൊന്നും പത്രത്തിൽ വരുന്ന പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തയുടെ മുമ്പിലൊന്നും സേവാഭാരതി പ്രവർത്തകരുടെ ഫോട്ടോയും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ ഇവിടെ ആതുര സേവന രംഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആംബുലൻസ് സർവീസ് ഉണ്ട്. ഇപ്പോൾ വയനാട്ടിൽ ആംബുലൻസ് സർവീസ് നമ്മൾ കണ്ടിരുന്നു. എത്രയോ ആംബുലൻസ് നമ്മുടെ സേവാഭാരതി ആംബുലൻസോടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പത്രമാധ്യമങ്ങളോട് അച്ചടിച്ച് വരുന്നില്ല. അത് അച്ചടിച്ച് വരാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. കാരണം നമുക്കറിയാം, കഴിഞ്ഞ പ്രളയ സമയത്തൊക്കെ നമ്മൾ സേവാഭാരതിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെ സാമ്പത്തികമായിട്ടും എല്ലാം വളരെ ബുദ്ധിമുട്ടിയ വീടുകൾക്ക് ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്ത പ്രവർത്തനം നടത്തിയിരുന്നു 2018. അപ്പോൾ ആ സമയത്ത് ഞാനൊക്കെ അതിൽ വളരെ മുൻപത്തിരുന്ന് കട്ടപ്പന കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ആളുകളാണ്. അന്ന് നമുക്ക് സേവാഭാരതി കിട്ടിയ നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മുഖം പോലും അവിടെ കാണിക്കരുതെന്നുള്ളതായിരുന്നു. നിങ്ങളൊരു വീട്ടിൽ പോയി അവർക്ക് ഭക്ഷണ സാധനങ്ങൾ, ഞങ്ങൾ ചാക്കിനകത്ത് അരിയൊക്കെ ആയിട്ടാണ് പോവുക. പോയി ആ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖം പോലും ആ വീട്ടുകാരെ കാണാൻ പാടില്ല. പേര് പറയേണ്ട കാര്യം, ഐഡൻറ്റിറ്റി വേണ്ട, പേര് പറയേണ്ട, പരിചയപ്പെടുകയും വേണ്ട. കൂടുതൽ നമ്മൾ കോട്ടിട്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ പുറത്ത് സേവാഭാരതി കട്ടപ്പന പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രം അവർക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് അവൻ്റെ ആത്മാഭിമാനം, നമ്മൾ സഹായിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാഭിമാനത്തിന് കോട്ടം തട്ടുന്ന ഒരു പ്രവർത്തനവും അവനെ ഒരു കൈ സ്നേഹ സഹോദരതുല്യമായി കണ്ടുകൊണ്ട് ഒരു കൈ സഹായത്തോടുകൂടി പിടിച്ചുയർത്താനും മാനസികമായ ധൈര്യം കൊടുക്കുന്നതിന് വേണ്ടിയും നമ്മളെല്ലാം കൂടെ ഉണ്ടെന്ന് ഒറ്റയ്ക്കല്ലെന്നുള്ളൊരു ബോധ്യം അവന് വളർത്തിക്കൊണ്ട് അവൻ്റെ മനസ്സിലെ അരക്ഷിതാവസ്ഥ ഒഴിവാക്കി പൂർണ്ണ സന്തോഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പ്രതിസന്ധി ഘട്ടത്തിൽ ജീവിതം മുമ്പോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് സേവാഭാരതിയുടെ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രവർത്തന മേഖല അതിശക്തമായി മുന്നോട്ട് പോകേണ്ടതും വളർന്നു വരേണ്ടതും നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ ആവശ്യകതയാണ്. കാരണം നമുക്കറിയാം, ഇന്ന് സേവന മേഖല ഞാനിവിടെ സൂചിപ്പിച്ചു. സേവന മേഖല എന്ന് പറയുമ്പോൾ അത് മറ്റു പല പ്രവർത്തനത്തിനും വിധേയപ്പെടുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു സന്ദേശം സേവാഭാരതി മുമ്പോട്ട് വയ്ക്കുന്നത്. ആ സന്ദേശത്തെ മുറുകെ പിടിച്ച് അഖില ഭാരതീയ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ സേവന മേഖലകൾ നടക്കുന്നു. ധാരാളം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചേലച്ചോട് കഞ്ഞിക്കുഴിയിലും ഇടുക്കി ജില്ലയിൽ നമുക്കറിയാം പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്ത് ഒന്ന നിലയിലുള്ള കഞ്ഞിക്കുഴി, ചേലച്ചോട് കഞ്ഞിക്കുഴി ഭാഗത്ത് ഉമ്മൻചാണ്ടി കോളേജ്. നമുക്കറിയാം ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ളൊരു ആതുര സേവന രംഗത്ത്, നമുക്കറിയാം ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിയോഗമാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല.
ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുക അതൊരു പുണ്യ പ്രവൃത്തിയാണ്. കാരണം ചന്ദ്ര സാറിനൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന പുണ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പത്യനത്തിൽ കിട്ടാത്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. കാരണം ഓരോ രോഗിക്കും അദ്ദേഹം ഒരു ആശ്വാസം കൊടുത്ത് അവർക്ക് ഒരു സ്നേഹമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ ആ രോഗത്തിൽ നിന്ന് മുക്തമാകാനുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ കടപ്പാടും നന്ദി അത് മാത്രം മതി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈശ്വര അനുഗ്രഹം അവർക്കൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി. അപ്പോൾ അതെല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ആ ആതുര സേവന രംഗത്ത് നിസ്വാർത്ഥമായി ഇതുപോലൊരു മേഖലയിൽ പ്രവർത്തിക്കുകയും ഇവിടെ വരുന്ന ഒട്ടനവധി പേർക്ക് ആശ്വാസമാകാനും പറ്റി. അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ സഹപാഠ്യത പ്രയത്നങ്ങൾ ഉൾക്കൊണ്ട് അദ്ദേഹത്തിന് ആ മനോഭാവം രണ്ടും കൂടി യോജിച്ചു പോകുന്നതായതുകൊണ്ട് അല്ലേ സഹപാഠ്യം എന്താണോ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ സമൂഹത്തിൽ അത് ചന്ദ്രസാറും അത് തന്നെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് മുമ്പോട്ട് പോയി ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്കിവിടെ കൂടുതലായിട്ട് നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യപരമായിട്ട് പങ്കെടുക്കുന്ന സമയത്ത് സഹപാഠിയുടെ പ്രേരണയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളത് സ്വയം ആ കാര്യങ്ങൾ ഒരു പ്രേരണയായിട്ട് നമ്മൾ എടുക്കാൻ തയ്യാറാവുന്നു. ചന്ദ്രസാറിന് ചെയ്ത ആ ഒരു വലിയ മഹത്വമുള്ളൊരു കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സഹായികളായിട്ടുള്ള നേഴ്സുമാർ അവരുൾപ്പെടെയുള്ള ആളുകൾ സമർപ്പണ ത്യാഗ മനോഭാവത്തോടു കൂടി കണ്ടെത്തുന്ന കാര്യം. അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഇവിടെ ഈ മീറ്റിംഗ് തന്നെ ഇവിടെ നിശ്ചയിച്ചില്ലേ. ഈ നിശ്ചയിച്ച സമയത്ത് നമ്മൾ 3 മണി നിശ്ചയിച്ചു. അപ്പോൾ നമ്മൾ 3 മണി 3:15 4 മണി 4:15 നമ്മൾ തിരക്കിലാണ്. അതുകൊണ്ടാണ് ആരെയും ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല. നമ്മളെല്ലാം തിരക്കിലായതുകൊണ്ട് നമ്മൾ എന്നിട്ട് 4:15 4:00 ആയപ്പോഴാണ് നമ്മൾ എത്തി ഈ അരമണിക്കൂർ പരിപാടി കഴിഞ്ഞാൽ തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചു പോകും. കാരണം നമ്മൾ അതിന് തിരക്കിലാണ്. ആ ഒരു അത്ര തിരക്കുള്ള ജീവിതം നയിക്കുന്ന സമയത്താണ് ഇവരെ പോലുള്ള ആളുകൾ കൃത്യമായും നിശ്ചയിക്കപ്പെട്ട ദിവസം പൂർണ്ണമായിട്ട് ഇത്തരം പ്രവർത്തനം വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അവരുടെ ത്യാഗം എന്ന് പറയുന്നത്. സമൂഹത്തിന് വേണ്ടിയുള്ള ത്യാഗമനോഹം ലാഭേച്ഛ ഇല്ലാതെ ചെയ്യുന്ന പ്രവർത്തനം അതാണ് അതിൻ്റെ മാറ്റു കൂട്ടുന്ന ഒരു കാര്യം. അപ്പോൾ ഇത്തരം വ്യക്തികളുമായിട്ട് സമ്പർക്കത്തിൽ വരികയും ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചന്ദ്രൻ ഡോക്ടറാകാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം നമ്മുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തരുന്ന ആ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് പൊതുസമൂഹത്തിൽ നമ്മളും അത്തരത്തിലുള്ള ഒരു മനോഭാവത്തോട് പ്രവർത്തിക്കാനും മറ്റുള്ളവരെ ഇതേ പ്രേരണയിലോട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ അവർക്ക് കൊടുക്കാനും നമുക്കും സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴേ ഇത്തരം പരിപാടികൾ നടത്തുന്നതിലും അതിൻ്റെ പങ്കാളിയാകുന്നതിലും നമുക്കും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ആ പങ്കാളിത്തം കൊണ്ടുള്ള പ്രയോജനം നാടിന് ലഭിക്കുമെന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. സമയപരിമിതിയുണ്ട്. 10 മിനിറ്റ് സംസാരിക്കാനാണ് മാഷെന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും ഇവിടെ വന്ന് എന്നോട് സംസാരിക്കുന്നതിനും അവസരം ഒരുക്കി തന്ന കഞ്ഞിക്കുഴി സഹപാഠിയുടെ ചുമതലപ്പെട്ട ഭാരവാഹികൾക്കും സഹപാഠിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം. കഴിഞ്ഞ 7 മാസക്കാലമായി ത്യാഗോജ്വലമായ മനസ്സോടുകൂടി സേവനം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ ഡോക്ടറെ ഈ അവസരത്തിൽ നാം ആദരിക്കുന്നതിന് വേണ്ടി സുമാരൻ ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടറെ ഡോക്ടറോടൊപ്പം സേവനം അനുഷ്ഠിക്കുന്ന നഴ്സുമാരെ അവരെ ആദരിക്കുന്നതിന് വേണ്ടി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ ശ്രീമതി ഇന്ദു അവനെ ക്ഷണിക്കുന്നു. സേവനരംഗത്ത് പ്രവർത്തിക്കുന്ന ചന്ദ്രനക്കർ ഏത് തിരക്കിൻ്റെ ഇടയിലും നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്ന് അതിലെ രംഗത്ത് നമ്മളൊപ്പം നിൽക്കുകയാണ്. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കും. ബഹുമാന്യരായ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന വാർഡ് മെമ്പർ സുമാരൻ ചേട്ടൻ, നമ്മുടെ സഹപാഠിയുടെ കഞ്ഞിക്കുഴി യൂണിറ്റ് പ്രസിഡന്റ് ബാലൻ സാറ്, സേവാ സന്ദേശം നൽകി നമ്മളെ പ്രമുഖരാക്കിയ ശ്രീ KP ജയേഷ് കുമാർ, മുൻ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ബിന്ദു അഭയൻ, ശ്രീ ബൈജു, പ്രിയങ്കരായ എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയങ്കരായ എൻ്റെ സഹോദരി സഹോദരന്മാർ,
സേവാഭാരതി എന്ന ബൃഹത്തായ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ഒരു സേവന സംരംഭത്തിന് പങ്കാളികളാകുവാൻ സാധിച്ചതിൽ ആദ്യമായിട്ട് സന്തോഷവും അതോടൊപ്പം തന്നെ അഭിമാനവും തോന്നുകയാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിനകത്തൊരു പ്രധാന കാര്യം സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ നിസ്വാർത്ഥമാണ്. ഞാൻ ഒരു ക്ഷമാപൂർവം നമ്മുടെ പ്രസിഡന്റ് മെമ്പറുടെ ഒരു കാര്യം ഞാൻ ക്ഷമാപൂർവം ഞാൻ പറയുകയാണ്. സേവാഭാരതിയുടെ ആൾക്കാർ നിങ്ങളോട് വോട്ട് ചോദിക്കില്ല. സേവാഭാരതിയുടെ ആൾക്കാർ നിങ്ങളോട് സാമ്പത്തികം ആവശ്യപ്പെടില്ല. സേവാഭാരതിയുടെ ആൾക്കാർ സ്ഥാനലബ്ധിക്ക് വേണ്ടി കുറേ പോകുന്നുണ്ട്. അതാണ് സേവാഭാരതി. സോറി കേട്ടോ, അപ്പം അതുകൊണ്ട് സേവാഭാരതി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്ത് സേവനം എവിടെ കൊടുത്താലും തിരിച്ചൊരു സേവനം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് നമ്മുടെ അദ്ദേഹം പറഞ്ഞത്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു സേവനത്തിന് വലത് കൈ കൊണ്ടുപോയി ഇടത് കൈ പോലും അറിയരുത്, മുഖം മറച്ച് നിങ്ങൾ പോകണം എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടാണ്. നമുക്കറിയാം, ഇവിടെ ഉമ്മൻചാണ്ടി കോളനി, നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ്, അതായത് സേവാ പ്രവർത്തനത്തിൽ ഏറ്റവും അഗ്രഗണ്യനായ ആളാണ്. നമ്മുടെ സേവാഭാരതിക്കാർ ആരോടും വോട്ട് ചോദിക്കില്ല, ആരോടൊന്നും ആവശ്യപ്പെടില്ല, ആരോടൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. നിസ്വാർത്ഥമായ സേവനം. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ ധാരണ തെറ്റാണെങ്കിൽ അത് നിങ്ങൾ കൂട്ടുക. അപ്പോൾ ലോകത്തെമ്പാടും പടർന്നു പന്തലിച്ച് നിൽക്കുന്ന സേവാഭാരതിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ ദൂരെ നിന്ന് നോക്കിക്കാണാൻ വളരെ സുന്ദരമായ ഒരു അനുഭവം തന്നെയാണ്. അതിൽ ഭാഗമാക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്കറിയാം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ക്രമീകരിക്കേണ്ടതുണ്ട്. ബാലകൃഷ്ണൻ സാറ് വെള്ളിയാഴ്ച ആകുമ്പോഴത്തേനും എവിടെന്നെങ്കിലും നമുക്ക് മരുന്ന് സംഘടിപ്പിച്ചുകൊണ്ട് തരും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കുള്ള കാപ്പി സഹിതം എല്ലാം സാറ് ശരിയാക്കി ഞങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷേ ഇത് മുമ്പോട്ട് പോകണമെങ്കിൽ എന്താണെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും. ആ സാമ്പത്തിക പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തേണ്ടതുണ്ട്. അത് സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ഏതൊക്കെയാണ് നടത്തപ്പെടുന്നതാണ് നമ്മുടെ വിശ്വാസം. പിന്നെ ഞങ്ങളുടെ സേവനം എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ സമയം നമുക്കുള്ളൂ. ഒരാഴ്ചയിൽ 24x7 അത്രയും മണിക്കൂറുകൾ നമുക്കുള്ളതിൽ ഞാനൊരു 3 മണിക്കൂർ മാത്രമേ ഇവിടെ ഇരിക്കുന്നുള്ളൂ. 24x7 നമുക്കൊരു ഒരാഴ്ച നമുക്ക് കിട്ടുന്നത്, അതിലൊരു 3 മണിക്കൂർ മാത്രം. അതിൽ എനിക്ക് വലിയധികം സംതൃപ്തിയൊന്നും തോന്നുന്നില്ല. ഞാനത് ഈ സംരംഭം ആരംഭിക്കുന്ന ആ മീറ്റിംഗ് ഞാൻ പറഞ്ഞു, ഒരു ദിവസം മൊത്തം ഇരുന്നാൽ പോലും എനിക്ക് വിഷമമില്ല. ഇനി 12 മണിക്കൂറോ അതിൽ കൂടുതലോ നോക്കുന്നതൊന്നും എനിക്ക് മടിയുള്ള ആളല്ല. പക്ഷേ ഇപ്പോഴത്തെ നമ്മളുടെ ഈ സാഹചര്യം അനുസരിച്ച് നമുക്കത് നടത്താൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് വരും കാലങ്ങളിൽ ഇത് ബൃഹത്തായ ഒരു പദ്ധതിയായിട്ടൊരു മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇവർ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ അതിന് എല്ലാവിധ നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഇതിൻ്റെ പേരിലുണ്ടാവും ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. അതിന് ഇവർ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ ഭാരവാഹികൾ പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാം. ഈ ക്യാമ്പ് വളരെ ഭംഗിയായി നടത്തപ്പെടുന്നതിന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ പ്രായോജകർ, എല്ലാവരും പരിപാടിക്കും പ്രായോജകരുണ്ടല്ലോ, ഇതിൻ്റെ പ്രായോജകർ, അവർക്ക് 1000 നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം എൻ്റെ സഹപ്രവർത്തകർ മെഡിക്കൽ ക്യാമ്പ് ആകാൻ ധൃതി പിടിച്ചിരിക്കുക. എല്ലാ വെള്ളിയാഴ്ചയും ഒന്ന് നേരിട്ട്, അതുപോലെ തന്നെ ഇങ്ങോട്ട് വരാനായിട്ട് മത്സരമാണ്. ഇവർ 6 പേരുണ്ട്, ഇങ്ങോട്ട് വരാനായിട്ട് മത്സരം. അതുപോലെ വെള്ളിയാഴ്ച എടുക്കുന്ന മരുന്നൊക്കെ മേടിക്കണം, സാറിനെ വിളിച്ചോ എന്നിട്ട് ഭയങ്കര ജാഗ്രതപരമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ നിസ്തുലമായ സേവനത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സഹപ്രവർത്തകരുടെ പ്രശ്നം. അതോടൊപ്പം ഈ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ കഞ്ഞിക്കുഴിയിൽ മാത്രമല്ല, മഴുപടിയിൽ മാത്രമല്ല, കഞ്ഞിക്കുഴിയിൽ മാത്രമല്ല, ഇടുക്കി ജില്ല മാത്രമല്ല സേവാഭാരതി പ്രവർത്തിക്കേണ്ടത്, കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകം മൊത്തം സേവാഭാരതി പ്രവർത്തിക്കണം. ലോകത്തിൻ്റെ സുഹൃത്തിനായിട്ട് സേവാഭാരതി പ്രവർത്തിക്കണം.
അതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നിസ്തുലമായ അപകട മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന, അവിടെ നമ്മുടെ ജീവൻ പോലും നിർവൽക്കരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ലോകത്തെമ്പാടുമുള്ള സേവാഭാരതി പ്രവർത്തകരെ ഓർത്തുകൊണ്ട് അവരെ അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായി ശ്രീമതി എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വേദിയിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തനം തുടങ്ങിയതിനെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ എല്ലാവരും തന്നെ പറഞ്ഞു. നമ്മുടെ സുകുമാരൻ പറഞ്ഞു, നമ്മുടെ മെമ്പർ സുകുമാരൻ പറഞ്ഞു, പിന്നെ എല്ലാവരും സേവാഭാരതിയുടെ പ്രവർത്തനം ഇവിടെ തുടങ്ങിയപ്പോൾ ആദ്യം ചോദിച്ചു ഞങ്ങൾ ഇനി അങ്ങോട്ട് കൂടേണ്ടി വരുമെന്ന്. എല്ലാവരുടെ ഒരു ചിന്താഗതി ഞങ്ങളെല്ലാവരും BJP-ക്കാരായതുകൊണ്ടായിരിക്കും എന്നങ്ങ് ഞാൻ തുറന്നു പറയുകയാണ്. പക്ഷേ സേവാഭാരതിയുടെ പ്രവർത്തനം പാർട്ടിയിലേക്ക് കൂട്ടാനോ പാർട്ടി നോക്കിയോ അല്ല. ഏതൊരു ഇപ്പം BJP-ന്നോ കമ്മ്യൂണിസ്റ്റിനോ കോൺഗ്രസിനോ മറ്റുള്ള പാർട്ടികളെന്നോ ഒന്നുമില്ല. സേവാഭാരതി എവിടെ നമ്മുടെ പ്രവർത്തനം ആവശ്യമുണ്ടോ, നമ്മുടെ സഹായം, സേവാഭാരതിയുടെ സഹായം ആവശ്യമുണ്ടോ, അവിടെ നമ്മുടെ കഞ്ഞിക്കുഴിയെ കേന്ദ്രീകരിച്ച് ഇത്ര പേര് സേവാഭാരതി ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള കുറേ ആളുകൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആരെയും ഒരു കാരണവശാലും ഇവിടെ വന്ന് മരുന്ന് മേടിച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇതിൻ്റെ പരിപാടിക്ക് പങ്കെടുത്തതിൻ്റെ പേരിലോ ആരും എങ്ങും കൂടാനോ ഒരു പൈസ ചോദിക്കുകയോ യാതൊരു അങ്ങനെയുള്ള ഇടപാടുകളുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുകയാണ്, നമ്മുടെ ചന്ദ്രൻ ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കഞ്ഞിക്കുഴിയുടെ ഒരു ഹൃദയമിടിപ്പ് ചന്ദ്രൻ ഡോക്ടറുടെ ഇതിലൂടെയാണ് എന്ന് നമുക്ക് പറയാം. കാരണം പണ്ട് ഇപ്പോഴല്ല ഈ സംവിധാനങ്ങളെല്ലാം ആശുപത്രിയായി, നമുക്ക് സർക്കാർ ആശുപത്രിയായി, അല്ലാതെ ഇപ്പോൾ എവിടെ നോക്കിയാലും ആശുപത്രിയായി. അതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തും ഒരു നമുക്കറിയാമല്ലോ, ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും അറിയായിരിക്കും, ഒരു പ്രസവത്തിന് നമ്മൾ ഇവിടുന്ന് ഒരാളെ കൊണ്ട് പോകണമെങ്കിൽ ഒരുപാട് മൈലുകളെ താണ്ടി പോകേണ്ട ആകെ കാലം ഉണ്ടായിരുന്നു. അന്നും നമ്മുടെ ചന്ദ്രൻ ഡോക്ടർ മാത്രമേ ഉള്ളായിരുന്നു ഈ കഞ്ഞിക്കുഴിയിൽ. അപ്പം അന്ന് ഡോക്ടർ അന്നും ഇന്നും ആ രീതിയിൽ തന്നെ. ഇപ്പം ഡോക്ടർക്ക് ജോലി കിട്ടി, ഡോക്ടർ ജോലി കിട്ടിയിട്ടും നമുക്ക് വേണ്ടി തന്നെ, കഞ്ഞിക്കുഴിക്കാർക്ക് വേണ്ടി തന്നെ ഡോക്ടർ തള്ളക്കാനും ആശുപത്രി പ്രവർത്തിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം സാറ് ഒരു ചെറിയ ഇത് തുടങ്ങി, ആശുപത്രി തുടങ്ങി. അന്ന് കഞ്ഞിക്കുഴിയിൽ നിന്ന് വിട്ടു പോകാതെ ഇരിക്കുന്ന ഒരാൾ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഡോക്ടർ മാത്രമേ ഉള്ളൂ. നേരത്തെ ചുമ്മാ സാറെന്നും പറഞ്ഞ് അത് മെഡിക്കൽ സ്റ്റോർ നടത്തിയ ഒരാളും ഉണ്ടായിരുന്നു. ചുമ്മാ സാറെന്നല്ല, കുഞ്ഞുമാ സാറ്. അപ്പം നമ്മുടെ കഞ്ഞിക്കുഴിയുടെ വികസനത്തിന് ഒരു ഭാഗമായിട്ട് നമ്മുടെ ചന്ദ്രൻ ഡോക്ടർ എന്നുണ്ട്. ഇതുവരെ അല്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ റിട്ടയർ ആയി കഴിയുമ്പം പിന്നെ സാധാരണ ഡോക്ടർമാരൊക്കെ ഇവിടുന്ന് വേറെ പുറം രാജ്യത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനത്തിന് പോവുകയോ ഒക്കെ ചെയ്യും. പക്ഷേ ഇന്നും കഞ്ഞിക്കുഴിയിലെ ആളുകളുടെ, ഇന്നും എല്ലാവർക്കും അറിയാം, കഞ്ഞിക്കുഴിയിലെ ആളുകൾ പറയും, എനിക്ക് ഈ പ്രായമായവരൊക്കെ പറയും, എനിക്ക് ചന്ദ്രൻ ഡോക്ടർ മരുന്ന് കഴിച്ചാലേ അസുഖം ഭേദമാകുള്ളൂ. പിന്നെ പറയാനുണ്ടോ? എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കഞ്ഞിക്കുഴിയുടെ വികസനത്തിന് താഴ്ചയിലും ഉയർച്ചയിലും ഒരു ഭാഗമായ ഒരാളാണ് നമ്മുടെ ചന്ദ്രൻ ഡോക്ടർ. നമ്മുടെ ജീവിതത്തിൽ എന്നും ചന്ദ്രൻ ഡോക്ടറുടെ ഓർമ്മകൾ എന്നും നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ സാർ ചെയ്യുന്ന വളരെ, നിങ്ങൾക്ക് വേണ്ടി സാർ ചെയ്യുന്ന ഈ കോളേജ് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് വേണ്ടി സാർ ചെയ്യുന്ന വളരെ വലിയൊരു സേവനമാണ്. കാരണം ഇപ്പം എല്ലാവർക്കും ഡോക്ടർമാരെന്നില്ല, ഏത് രീതി നോക്കിയാലും പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളാണ് ലോകത്തിൽ ഭൂരിപക്ഷം ആളുകൾ. അതിൽ ഒന്നോ രണ്ടോ കുറച്ചല്ല 5 or 10 പേരേ ഉള്ളൂ. അതിലൊരാളായിട്ട് നമ്മുടെ ചന്ദ്രൻ ഡോക്ടർ നമുക്ക് കണക്ക് കൂട്ടാം. പിന്നെ നമ്മുടെ കൂടെ വരുന്ന നേഴ്സുമാർ, അതുപോലെ തന്നെ സാറിപ്പോൾ ഇവിടെ ഒരു ആശുപത്രി തുടങ്ങി. അത് നമ്മുടെ ആളുകൾക്കെല്ലാം പ്രയോജനം ഉണ്ടാകും. എങ്കിൽ പോലും സാറിൻ്റെ നാട്ടിൽ, സാറ് താമസിക്കുന്ന നാട്ടിൽ ഒരു 5-6 പേർക്ക് ജോലി കൊടുക്കാനും കൂടെ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. പല വീടുകളിലെ ഉപജീവന മാർഗം ആകാനും കഴിഞ്ഞിട്ടുണ്ട്. അതിന് സാറിനോട് പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നേഴ്സുമാർക്ക്, പിള്ളേർക്ക് അവരിവിടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മരുന്ന് തരാനും പിന്നെ ഇത് പെട്ടെന്നെല്ലാം ചെയ്യാനും സാറിൻ്റെ കൂടെ സഹകരിക്കുന്ന അവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇനി ഞങ്ങൾ പരമാവധി സംവിധാനം ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ നോക്കുന്നുണ്ട്.
അപ്പോൾ അതിന് നിങ്ങൾ സഹകരിക്കണം, എല്ലാവരും കൂടെ കൂടി സഹകരിച്ച്. ഇപ്പോൾ സാറിനൊക്കെ വരുമ്പോഴത്തേനും കൃത്യമായിട്ട് വന്ന് നോക്കിയിരുത്താതെ സാറിന് ഇവിടുന്ന് ചെന്നിട്ട് വേണം അടുത്ത രോഗികളെ നോക്കാൻ. ഇന്ന് നമുക്കറിയാമല്ലോ, കൊറോണ വന്നതിന് ശേഷം എല്ലാവർക്കും അസുഖമാണ്, പനിയില്ലാത്ത ആളുകളേ ഇല്ല. അതുകൊണ്ട് നിങ്ങളും അതിൻ്റെ കൂടെ സഹകരിച്ച് സാറിന് ഇവരോടൊപ്പം നിന്നുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഇതിൻ്റെ ബാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ഞങ്ങളും ചെയ്തു തരാം. അപ്പോൾ എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അജിത ശ്രീ ജോൺസൺ ജോർജ് സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്നവരുണ്ട്, പിന്നെ സദസ്സിലിരിക്കും, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വെച്ച് നോക്കിയാൽ 2000 പോലീസ് ഉദ്യോഗസ്ഥരാണ്, ഒരു അര പോലീസാണ്. കാരണം നമ്മൾ പല കക്ഷിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നതിനെക്കാളും പകുതി ചോദ്യങ്ങൾ സാറ് ചോദിക്കും. ഇപ്പം നമുക്ക് ഇച്ചിരി ക്ലാരിറ്റി വരുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് വർഷങ്ങളായിട്ട് ഏകദേശം 33 വർഷം. എനിക്ക് വലിയ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2000 മുതൽ എനിക്കുള്ള അവകാശം ഇപ്പം പോലെ ഉള്ളതാണ്. CSI അതുപോലെ തന്നെ ഹോസ്പിറ്റലൊക്കെ നമ്മുടെ ഈ ഭാഗത്ത് തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പോലീസുകാർക്കുള്ള തോന്നുന്നത് യൂണിഫോം ഒരാളെ ദൂരെ കണ്ടാൽ മതി, അങ്ങനെ പയ്യെ പോയി എത്ര പേര് നിങ്ങൾക്ക് സങ്കടപ്പെടണം. നിങ്ങൾ ക്യൂ നിൽപ്പുണ്ടെങ്കിൽ പോലീസിന് ഒരു പരിഗണന വേണം. കാരണം ഈ പണി കഴിഞ്ഞിട്ട് വേണം അടുത്ത പണിക്ക് പോകാൻ. അതുകൊണ്ടാണ് അങ്ങനെ പോലീസിനെയൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുകയും മറ്റൊക്കെ ചെയ്തിട്ടുള്ള ഡോക്ടറാണ്. തുറന്നും അദ്ദേഹത്തിൻ്റെ സേവനം എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടട്ടെന്ന് പറയുന്നു. അതുകൂടാതെ തന്നെ സമയക്കുറവോട് ഞാൻ കൂടുതൽ ധരിപ്പിക്കുന്നില്ല. എന്നാൽ ഡോക്ടർ അതുപോലെ തന്നെ കൊടുത്തു വന്നിരിക്കുന്ന സ്റ്റാഫുകൾ 3 പേരുടെ ആഗ്രഹങ്ങളാണ്. ഇവർക്ക് എല്ലാവർക്കും ഈ മലയാളി കോളനിയിൽ തന്നിരിക്കുന്ന ഈ ഒരു നല്ലൊരു സേവനം ഇവിടെ ഫ്രീ ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു സേവനം, അതുകൂടാണ്ട് നിങ്ങളെയൊക്കെ സ്വന്തം സഹോദരങ്ങളെ പോലെ കണ്ടിട്ടുള്ള ആ പെരുമാറ്റവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു കുടുംബം പോലെ എല്ലാവരും ഒരുമിച്ച് കാണുകയും മറ്റൊക്കെ ചെയ്യുന്ന ഈ ഒരു സദസ്സിൽ അല്ലെങ്കിൽ ഈ ഹാളിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിൽ പോലും ഒന്ന് ഇങ്ങനെ പരിശീലിക്കും മറ്റൊക്കെ ചെയ്യുന്ന ചന്ദ്രവർക്കും സ്റ്റാഫുകളും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അനുഭവങ്ങളും കൊണ്ട് ഒന്ന് പങ്കെടുക്കും. ഈ സമാധാന യോഗത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ വാർഡ് മെമ്പർ കൂടിയായ സുമാൻജൻ അവരുടെ, സേവാഭാരതിയുടെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് PK ബാലകൃഷ്ണൻ മാഷ്, ഇവിടെ സേവാഭാരതിയുടെ ആദരവ് ഏറ്റുവാങ്ങിയ ഏറെ ബഹുമാന്യനായ MR ചന്ദ്ര സാറ്, നേഴ്സുമാർ, JS കുമാർ ചേട്ടന്, ഇവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സേവാഭാരതിയെക്കുറിച്ച് വളരെ വിശദമായി ഇവിടെ ജയേഷേട്ടനൊക്കെ സംസാരിക്കുകയുണ്ടായി. സേവാഭാരതി ഇന്ന് രാജ്യത്തിനകത്തും പുറത്തും നടത്തുന്ന സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെയധികം വിശദീകരിക്കുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞതിൽ സേവാഭാരതി ഏറെ അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ സേവാഭാരതിയുടെ മറ്റ് പ്രവർത്തനങ്ങൾ, ആംബുലൻസ് അടക്കം, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് ശ്മശാനമടക്കമുള്ള പദ്ധതികളെ കുറിച്ചൊക്കെ സേവാഭാരതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായി ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളെല്ലാവരും തന്നെ സജീവമാണ്. പൊതുജനങ്ങൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ കൂടി സഹകരണം ആവശ്യമായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, സേവാഭാരതി ഈ കോളനി ഭാഗത്ത് ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് ഈ സേവാഭാരതിയിലേക്ക് ആളുകളെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണെന്നുള്ള ഒരു കുപ്രചരണം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ബിന്ദുദേശി ഇവിടെ വിശദമായിട്ട് സംസാരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സേവനം ആളുകളിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ജയേഷേട്ടൻ പറയുകയുണ്ടായി, സേവനം ചെയ്യുന്ന ആളുടെ മുഖം പോലും വ്യക്തമാക്കരുതെന്ന് പറയുന്ന ഒരു സന്ദേശം ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള ക്യാമ്പുകളും അതുപോലെ തന്നെ സേവാഭാരതിയുടെ മറ്റ് പ്രവർത്തനങ്ങൾ, പ്രളയകാലത്താണെങ്കിൽ പോലും സേവാഭാരതി കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ ഉടനീളം എല്ലാ മേഖലകളിലും സേവന പ്രവർത്തനങ്ങളിൽ ഈ അനന്തമടക്കമുള്ള ആളുകൾ സജീവമായിട്ടുണ്ടായിരുന്നു.
അവർക്ക് അന്നവും അതുപോലെ തന്നെ വസ്ത്രവും ഒക്കെ എത്തിക്കുന്ന കാര്യത്തിൽ, മാറ്റി പാർപ്പിക്കുന്ന കാര്യത്തിൽ, കഞ്ഞിക്കുഴി സ്കൂളിൽ ക്യാമ്പ് നടത്തിയപ്പോൾ ക്യാമ്പിന് വേണ്ടുന്നതായ അടിയന്തര സാഹചര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ, ജനറേറ്റർ സംവിധാനമടക്കം വെട്ടവും വെളിച്ചവും ഒക്കെ എത്തിക്കുന്ന കാര്യത്തിലെല്ലാം നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തകർ സജീവമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സുദീർഘമായ ഒരു പ്രസംഗത്തിനില്ല. ഇനിയിപ്പോൾ വന്നിരിക്കുന്ന രോഗികളായിട്ടുള്ള ആളുകൾക്ക് മരുന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടതുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ സമാഹരണ യോഗത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ വാർഡിൻ്റെ മെമ്പറും നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ സുകുമാരൻ ചേട്ടനെ ഏറെ ബഹുമാനത്തോടു കൂടി ഈ സേവാഭാരതിയുടെ കഞ്ഞിക്കുഴി യൂണിറ്റിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി നന്ദി പറയുന്നത് ഈ ക്യാമ്പിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന, സേവന പ്രവർത്തനം ചെയ്യുന്ന നമ്മുടെ ചന്ദ്രൻ ഡോക്ടറാണ്. അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു, രോഗികളെ ശുശ്രൂഷിക്കുന്നു. അദ്ദേഹത്തിന് ദീർഘായുസ്സും അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവുണ്ടാകുവാനുള്ള ആയുസ്സും ആരോഗ്യവും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ വേദിയിൽ സേവാഭാരതിയുടെ അഭേദ്യമായ നന്ദി അറിയിക്കുക. ആ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ സാറിൻ്റെ ചന്ദ്രസാറിൻ്റെ കൂടെ ഇവിടെ എത്തി ആദരവേറ്റുവാങ്ങിയ സിസ്റ്റർമാർ 3 പേരുണ്ട്. പേരുകൾ എൻ്റെ ഓർമ്മയിലില്ല. എന്തായാലും 3 പേർക്കും സേവാഭാരതിയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലുള്ള അഗൈതമായ നന്ദി അറിയിക്കുന്നു. സേവാഭാരതിയുടെ യൂണിറ്റിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ബാലകൃഷ്ണൻ മാഷ് നമുക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സേവന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങൾ, അതുപോലെ മെഡിക്കൽ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രളയകാലത്തൊക്കെ സേവാഭാരതിയുടെ നിരവധി കുടുംബങ്ങളിൽ, മറ്റ് കുടുംബങ്ങളിൽ അതിന് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ രാഷ്ട്രീയമോ ഒന്നും ഇല്ലാതെ കൊണ്ട് അവിടെ അവർക്ക് ഭക്ഷണ കിട്ടടക്കമുള്ള 100 കണക്കിന് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് ഈ സേവാഭാരതിയുടെ പേരിലുള്ള അഗൈതമായ നന്ദി അറിയിക്കുകയാണ്. അടുത്തതായിട്ട് നന്ദി പറയുന്നത് നമ്മുടെ KP ജയേഷ് കുമാർ ചേട്ടനാണ്. അദ്ദേഹം സേവാഭാരതിയുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും കഞ്ഞിക്കുഴിയിൽ എത്തിച്ചേരുകയും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും വ്യക്തമായ സന്ദേശം അത് എല്ലാ സേവന പ്രവർത്തനങ്ങൾക്കും സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾക്കും കൊടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജയേഷ് കുമാർ ചേട്ടന് ഈ സേവാഭാരതിയുടെ യൂണിറ്റിൻ്റെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അടുത്തതായിട്ട് നന്ദി പറയുന്നത് നമ്മുടെ മുൻ പഞ്ചായത്ത് മെമ്പറും നമ്മുടെ പ്രിയങ്കരിയായ സേവാഭാരതിയുടെ യൂണിറ്റ് അംഗവും ബിന്ദു അഭയൻ അവർക്കാണ്. അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മളുടെ എല്ലാം കൂടെ കൊണ്ട് സജീവമായ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബിന്ദു അഭയന് ഈ സേവാഭാരതിയുടെ യൂണിറ്റിൻ്റെ പേരിലുള്ള ഗീതമായ നന്ദി അറിയിക്കുകയാണ്. ഇനി ഇവിടെ നന്ദി അറിയിക്കുവാനുള്ളത് മീഡിയ വന്ന് ലാൽചേട്ടനും ഇവിടെ ജോസാറിനാണ്. അവർ 2 പേർക്കും ഈ സേവാഭാരതിയുടെ പേരിലുള്ള അഗൈതമായ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ഇന്ന് വിശിഷ്ട അതിഥികളായിട്ടും നമ്മളുടെ ഈ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനുമായി നിരവധി ബാങ്കിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇവിടെ ഓരോരുത്തരെത്തിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ആളുകളാണ്. അവർക്കെല്ലാവർക്കും ഈ സേവാഭാരതിയുടെ യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, അമ്മമാർ, അതുപോലെ തന്നെ നമ്മളുടെ ഈ മരുന്ന് വാങ്ങാനെത്തിയിരിക്കുന്ന ആളുകൾ, കൊച്ചുകുട്ടികൾ, എല്ലാവർക്കും സേവാഭാരതിയുടെ കഞ്ഞിക്കുഴി യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. സൽമാനൊക്കെ വന്നിരിക്കുന്ന എല്ലാവരും ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യമേ തന്നെ ഞങ്ങൾ ചന്ദ്രൻ ഡോക്ടറോട് വളരെ സഹതാവും സന്തോഷവും അറിയിച്ചു. സേവാഭാരതി ഇത്രയും നല്ല ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നമ്മൾ ചന്ദ്രൻ സാറിനെ പൊന്നാടെ അണിയിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് കാണാൻ പറ്റിയതിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
ഓം സർവേ ഭവന്തു സുഖിനഃ. ഓം സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യन्तു. മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. അവസാനിച്ചിരിക്കുകയാണ്. നാളെ ചെയ്യുള്ളൂ. ഇതിനകത്ത് 7, 2, 1, 1. അടിച്ചിട്ടൊക്കെ കളഞ്ഞോ പൈസ? തെന്നുണ്ട് ഇവിടെ ഉണ്ട്. ചെറിയ